ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവമാണ് സൂററ്റ് സ്പ്ലിറ്റ്. സൂററ്റ് സ്പ്ലിറ്റ് അഥവാ സൂററ്റ് ഡിവൈഡ് നടക്കുന്നത് 1907 വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വയ്ക്കുക. 1907 സൂററ്റ് സ്പ്ലിറ്റ് നടക്കുന്നത്. സൂററ്റ് സ്പ്ലിറ്റ് നടക്കുന്നതിന്റെ പ്രധാന കാരണം മോഡറേറ്റ്സും എക്സ്ട്രീമിസ്റ്റും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ്. ആദ്യകാലം മുതൽ തന്നെ മോഡറേറ്റ്സും എക്സ്ട്രീമിസ്റ്റും തമ്മിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായിട്ട് റിലേറ്റ് ചെയ്ത് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അവരുടെ വേ ഓഫ് വർക്കിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അപ്പം 1907 എത്തുമ്പോഴത്തേനും അത് കുറച്ചും കൂടെ രൂക്ഷമാവുകയും ആ 1907 സൂററ്റ് സെഷനിൽ INCയുടെ സൂററ്റ് സെഷനിൽ വെച്ച് കാര്യങ്ങൾ കയ്യാങ്കളി വരെ എത്തുകയും പോലീസ് വന്ന് അവരെ ക്ലിയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആക്ച്വലി സൂററ്റ് സെഷന് പകരം 1907 നാഗ്പൂർ വെച്ചിട്ടാണ് INCയുടെ സെഷൻ കണ്ടക്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരുന്നത്. എന്നാൽ ബാലഗംഗാധർ തിലക് INC പ്രസിഡന്റ് ആകുമോ എന്നൊരു ഭയം കൊണ്ട് മോഡറേറ്റ്സ് നാഗ്പൂരിൽ നിന്നും വേഗം സൂററ്റിലേക്ക് INCയുടെ സെഷൻ വെന്യൂ ചേഞ്ച് ചെയ്യുകയായിരുന്നു. അപ്പൊ 1907 INC സെഷൻ കണ്ടക്ട് ചെയ്തത് എവിടെ വെച്ചാണെന്ന് ചോദിച്ചാൽ സൂററ്റിൽ വെച്ചിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത്. ഇനി അതേ വർഷമാണ് റാഷ് ബിഹാരി ഘോഷ്, അന്നത്തെ INCയുടെ ചെയർപേഴ്സൺ ആരായിരുന്നു? റാഷ് ബിഹാരി ഘോഷ് ആയിരുന്നു. എക്സ്ട്രീമിസ്റ്റിനെ പുറത്താക്കുകയും മോഡറേറ്റ്സിൽ ഒരാളാണ് റാഷ് ബിഹാരി ഘോഷ്. അദ്ദേഹം എന്ത് ചെയ്യുന്നു? INCയുടെ പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അവിടെ വെച്ചിട്ട് ഈ ഒരു സൂററ്റ് സ്പ്ലിറ്റിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നു? ബാലഗംഗാധര തിലകിനെ ബ്രിട്ടീഷ് പോലീസ് അറസ്റ്റ് ചെയ്യുകയും അദ്ദേഹത്തിന് ഇന്നത്തെ ബർമ്മ അല്ലെങ്കിൽ മ്യാൻമറിലെ മാൻഡലെ ജയിലിൽ അദ്ദേഹത്തിനെ താമസിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെ വെച്ച് അദ്ദേഹം വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പുസ്തകം രചിക്കുന്നുണ്ട്, ശ്രീമദ് ഭഗവത്ഗീത രഹസ്യം. ഏതാ ബുക്കിന്റെ പേര് ഓർത്ത് വെക്കുക? ഭഗവത്ഗീത രഹസ്യം. അദ്ദേഹം 1908 മുതൽ 1914 വരെയാണ് മാൻഡലെ ജയിലിൽ കഴിച്ചുകൂട്ടിയത്. ആ ഒരു ടൈം പീരീഡിലാണ് അദ്ദേഹം ഭഗവത്ഗീത രഹസ്യം എന്ന പുസ്തകം രചിക്കുന്നത്. മറാത്തി ഭാഷയിൽ. ആ ഭാഷ ഭഗവത്ഗീത രഹസ്യം രചിച്ച ഭാഷ ഏതാണെന്ന് ചോദിച്ചാൽ മറാത്തി ഭാഷയിലായിരുന്നു അദ്ദേഹം പുസ്തകം രചിച്ചത്. ഓക്കെ. ഇനി ലാലാ ലജ്പത് റായി എന്ത് ചെയ്യുന്നു? പഞ്ചാബിൽ നിന്നും എക്സ്പെൽ ചെയ്യുന്നു. അദ്ദേഹം പിന്നീട് കശ്മീരിലേക്ക് എത്തുന്നു. അദ്ദേഹം എവിടെ ജോയിൻ ചെയ്യുന്നു? അതിനുശേഷം ഹിന്ദു മഹാസഭയിൽ ജോയിൻ ചെയ്യുന്നു. ഇതെല്ലാമായിരുന്നു സൂററ്റ് സ്പ്ലിറ്റിന്റെ മെയിൻ റീസൺസ് എന്ന് പറഞ്ഞത്. അപ്പം സൂററ്റ് സ്പ്ലിറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾ ഓർത്തു വയ്ക്കുക. സൂററ്റ് സ്പ്ലിറ്റ് നടന്ന വർഷം 1907. നാഗ്പൂരിൽ നിന്ന് നമ്മൾ INC സെഷൻ എങ്ങോട്ടേക്ക് മാറ്റുന്നു? സൂററ്റിലേക്ക് മാറ്റുന്നു. എക്സ്ട്രീമിസ്റ്റിനെ എക്സ്പെൽ ചെയ്ത് മോഡറേറ്റ്സിലെ ഒരാളായ റാഷ് ബിഹാരി ബോസുമുണ്ട്, റാഷ് ബിഹാരി ഘോഷുമുണ്ട്. രണ്ട് വ്യക്തികളാണ്. അപ്പൊ നിങ്ങൾ മാറിപ്പോകാതെ ഓർത്തു വെക്കുക, റാഷ് ബിഹാരി ഘോഷാണ് 1907 INCയുടെ പ്രസിഡന്റ് ആകുന്നത്. ബാലഗംഗാധര തിലകിനെ അറസ്റ്റ് ചെയ്ത് ഏത് ജയിലിലാണ് പാർപ്പിക്കുന്നത്? ഇന്നത്തെ മ്യാൻമറിലെ, അന്ന് ബർമ്മ എന്നാണ് അറിയപ്പെട്ടിരുന്നത്, ബർമ്മയിലെ മാൻഡലെ ജയിലിൽ 1908 മുതൽ 14 വരെയാണ് അദ്ദേഹം മാൻഡലെ ജയിലിൽ കഴിച്ചുകൂട്ടുന്നത്. ആ ടൈമിലാണ് അദ്ദേഹം ശ്രീമദ് ഭഗവത്ഗീത രഹസ്യം എന്ന പുസ്തകം രചിക്കുന്നത്. ഇനി ലാലാ ലജ്പത് റായ് എന്ത് ചെയ്യുന്നു? പഞ്ചാബിൽ നിന്നും എക്സ്പെൽഡ് ആകുന്നു. അദ്ദേഹം കശ്മീരിലേക്ക് വരുന്നു. ഇനി അതിനുശേഷം അരബിന്ദോ ഘോഷ്, ഒരു പ്രധാനപ്പെട്ട ഒരു എക്സ്ട്രീമിസ്റ്റ് ലീഡർ ആയിരുന്നു അരബിന്ദോ ഘോഷ്. അദ്ദേഹം എന്ത് ചെയ്യുന്നു? ഈ എക്സ്ട്രീമിസ്റ്റ് ലീഡർഷിപ്പ് എല്ലാം ഉപേക്ഷിച്ച് ഒരു സന്യാസ ജീവിതം നയിക്കുന്നു അരബിന്ദോ ഘോഷ്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഒരു ബുക്കാണ് ന്യൂ ലാംപ്സ് ഫോർ ഓൾഡ്. അത് മോഡറേറ്റ്സിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് അദ്ദേഹം രചിച്ചൊരു പുസ്തകമാണ്. പേര് ഓർത്തു വെക്കുക, ന്യൂ ലാംപ്സ് ഫോർ ഓൾഡ്. ഇനി മഹാരാഷ്ട്ര സോക്രട്ടീസ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. ഗോപാലകൃഷ്ണ ഗോഖലെ എങ്ങനെ അറിയപ്പെടുന്നു? മഹാരാഷ്ട്ര സോക്രട്ടീസ് എന്നറിയപ്പെടുന്നു. എന്നാൽ ഇദ്ദേഹത്തെ ബ്രിട്ടീഷുകാര് രാജ്യദ്രോഹി എന്നാണ് വിളിച്ചിരുന്നത്. ഇന്ത്യക്കകത്തെ രാജ്യദ്രോഹി എന്നൊക്കെ ബ്രിട്ടീഷുകാരാൽ മുദ്ര കുത്തപ്പെട്ട ഒരു വ്യക്തിയാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ഗുരു ആരാണെന്ന് ചോദിച്ചാൽ മഹാദേവ ഗോവിന്ദ റാനഡെ എന്ന MG റാനഡെ. നിങ്ങൾ ഇവരുടെ ഫുൾ നെയിം മാക്സിമം പഠിച്ചു വെക്കാവുന്നതെല്ലാം പഠിച്ചു വെക്കാം. MG റാനഡയുടെ ഫുൾ നെയിം ആണ് മഹാദേവ ഗോവിന്ദ റാനഡെ. ഗാന്ധിജിയുടെ പൊളിറ്റിക്കൽ ഗുരു ആരായിരുന്നു? ഗോപാലകൃഷ്ണ ഗോഖലെ ആയിരുന്നു.
ഇനി INC സെഷനിൽ ആദ്യമായിട്ടൊരു വില്ലേജിൽ നടന്ന സെഷനാണ് 1937 ഫൈസാപൂർ സെഷൻ. 1937 ഫൈസാപൂർ സെഷന്റെ പ്രത്യേകത എന്താണ്? INC ആദ്യമായിട്ട് ഒരു വില്ലേജിൽ വെച്ചിട്ട് INC സെഷൻ കണ്ടക്ട് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി 1924 സെഷന്റെ പ്രത്യേകത, ഗാന്ധിജി ഒരേ ഒരു തവണയാണ് INCയുടെ പ്രസിഡന്റ് ആകുന്നത്. 1924 INC സെഷനിലാണ്. 1923 ആരായിരുന്നു INC പ്രസിഡന്റ് എന്ന് ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സരോജിനി നായിഡു ആദ്യമായിട്ടൊരു ഇന്ത്യൻ വനിത INCയുടെ പ്രസിഡന്റ് ആകുന്നു. ഇത് ഓർത്തു വെക്കുക. 1923 സരോജിനി നായിഡു, 1924 മഹാത്മാഗാന്ധി. അപ്പം ഇത് നിങ്ങൾ ഓർത്തു വെക്കാൻ ഒരു കാര്യം കൂടി ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കാം. സരോജിനി നായിഡു മഹാത്മാഗാന്ധിയെ മിക്കി മൗസ് എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. ജസ്റ്റ് ഇതൊന്ന് ഓർത്തു വെക്കുക. മിക്കി മൗസ്. സരോജിനി നായിഡു ഗാന്ധിജിയെ വിശേഷിപ്പിച്ചിരുന്ന ഒരു പേരാണ് മിക്കി മൗസ്. ഇനി കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ്. അപ്പൊ ആദ്യമായിട്ട് ഇന്ത്യക്ക് പൂർണ്ണ സ്വരാജ് സെഷൻ എന്ന് അറിയപ്പെടുന്നതാണ് 1929 ലാഹോർ സെഷൻ. ആദ്യമായിട്ട് ഇന്ത്യക്ക് കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് വേണമെന്ന് ആവശ്യപ്പെടുന്നു 1929 ലാഹോർ സെഷനിൽ. ആ ലാഹോർ സെഷന്റെ പ്രസിഡന്റ് ആയിരുന്നു ജവഹർലാൽ നെഹ്റു. 1928 ഒരു INC സെഷൻ നടക്കുന്നുണ്ട്. 1928 സെഷന്റെ പ്രസിഡന്റ് ആരായിരുന്നു? അദ്ദേഹത്തിന്റെ പിതാവായ മോട്ടിലാൽ നെഹ്റു. ഈ കാര്യങ്ങൾ ഓർത്തു വയ്ക്കുക. കാരണം അടുത്തടുത്ത വർഷങ്ങളിൽ അച്ഛനും മകനും INC പ്രസിഡന്റ് ആകുന്നു എന്ന പ്രത്യേകതയാണ് 28 29 INC സെഷൻസിന് ഉള്ളത്. 28 INC സെഷനിൽ അച്ഛൻ മോട്ടിലാൽ നെഹ്റു, 29 INC സെഷനിൽ മകൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു INCയുടെ പ്രസിഡന്റ് ആയിരുന്നത്. ഇനി നമ്മുടെ ഇന്ത്യയുടെ നാഷണൽ സോങ് ആണ് ഇത്, വന്ദേ മാതരം. വന്ദേ മാതരം ഏത് സെഷനിലാണ് ചൊല്ലിയത്? 1896 കൽക്കട്ട സെഷനിലാണ് വന്ദേ മാതരം ആദ്യമായിട്ട് ചൊല്ലുന്നത്. ടാഗോർ ആണ് വന്ദേ മാതരം ആദ്യമായിട്ട് ചൊല്ലുന്നത്. കൽക്കട്ട സെഷനിൽ 1896 കൽക്കട്ട സെഷനിലാണ് വന്ദേ മാതരം ചൊല്ലുന്നത്. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണം എന്നൊരു ഡിസ്കഷൻ വരുന്ന സെഷനാണ് ആ 1888 INC സെഷൻ. അതേപോലെ അലഹബാദിൽ ഒരു 4th സെഷൻ നടക്കുന്നുണ്ട്. 1895 പൂന സെഷൻ. ഇത്രയും സെഷൻസിന്റെ പ്രത്യേകതയാണ് INCക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണം എന്നൊരു ഡിസ്കഷൻ നടക്കുന്ന ഒരു സെഷൻ. ഇനി 1908 ലാസ്റ്റ് മദ്രാസിൽ ഒരു സെഷൻ നടക്കുന്നുണ്ട്. 1908 അവിടെ വെച്ചിട്ട് ഇതിനൊരു പൂർണ്ണ രൂപം കൈവരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക. ആദ്യമായിട്ട് INCക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണമെന്ന ഡിസ്കഷൻ വരുന്ന സെഷൻ 1888 സെഷനിലാണ്. ഇനി 1916 ലക്നൗ സെക്ഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും ആദ്യത്തെ ജോയിന്റ് സെഷനാണ് എവിടെ നടക്കുന്നത്? ലക്നൗ സെഷനിലാണ്. ലക്നൗ സെഷന് 2 പ്രത്യേകതയുണ്ട്. കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും ജോയിന്റ് സെഷൻ നടക്കുന്നു. അത് കൂടാതെ മോഡറേറ്റ്സും എക്സ്ട്രീമിസ്റ്റും എന്ത് ചെയ്യുന്നു? റീയുണൈറ്റഡ് ആകുന്നു. ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണോ? ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഇൻസിഡന്റ് ആണ് മുസാഫിർപൂർ ബോംബ് ഇൻസിഡന്റ്. മുസാഫിർപൂർ ബോംബ് ഇൻസിഡന്റ് നടക്കുന്ന വർഷം 1908. മുസാഫിർപൂർ എവിടുത്തെ ഒരു സ്ഥലമാണ്? ബീഹാറിലാണ് മുസാഫിർപൂർ സിറ്റുവേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. കിങ്സ്ഫോർഡ് എന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെ വധിക്കാൻ വേണ്ടിയിട്ട് 2 എക്സ്ട്രീമിസ്റ്റ് വ്യക്തികളായിരുന്നു. ആരൊക്കെ? ഖുദിറാം ബോസും പ്രഫുല്ല കുമാർ ചക്രി. പ്രഫുല്ല കുമാർ ചാക്കി എന്നും പ്രഫുല്ല കുമാർ ചക്രി എന്നും ഒക്കെ പറയും. 2 റവല്യൂഷണറിസ്റ്റ് ആയിരുന്നു 2 പേര്. 2 പേരുടെയും പേര് ഓർത്തു വെക്കുക, ഖുദിറാം ബോസ്, പ്രഫുല്ല കുമാർ ചക്രി. പക്ഷെ കിങ്സ്ഫോർഡിനെ കൊല്ലാൻ ശ്രമിക്കുന്നതിനിടയിൽ അദ്ദേഹം മരണപ്പെടുന്നില്ല. പകരം 2 ഇംഗ്ലീഷ് ലേഡീസ് മരണപ്പെടുന്നു. അത് വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു? ഖുദിറാം ബോസിനെ ജീവനോടെ പിടികൂടി എന്ത് ചെയ്യുന്നു? അദ്ദേഹത്തിനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കുന്നു. എന്നാൽ പ്രഫുല്ല ചക്രി സൂയിസൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മുസാഫിർപൂർ ബോംബ് ഇൻസിഡന്റുമായിട്ട് റിലേറ്റ് ചെയ്ത് ഓർത്തു വെക്കുക. മുസാഫിർപൂർ ബോംബ് ഇൻസിഡന്റിന്റെ വർഷം 1908 നടക്കുന്നത്. ഏത് സ്റ്റേറ്റിൽ? ഇന്നത്തെ ബീഹാറിലാണ് മുസാഫിർപൂർ ബോംബ് ഇൻസിഡന്റ് നടക്കുന്നത്. ആരൊക്കെയായിരുന്നു അതിന്റെ സൂത്രധാരന്മാർ ആരൊക്കെയായിരുന്നു എന്ന് ചോദിച്ചാൽ
പ്രഫുല്ല ചാക്രിയും ഖുദിറാം ബോസുമായിരുന്നു. മജിസ്ട്രേറ്റ് കിങ്സ്ഫോർഡിനെ വധിക്കാനായിട്ട് അവർ ശ്രമിക്കുമ്പോൾ പകരം 2 ഇംഗ്ലീഷ് വനിതകളാണ് കൊല്ലപ്പെടുന്നത്. അങ്ങനെ ഖുദിറാം ബോസിനെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റുകയും പ്രഫുല്ല ചാക്രി സൂയിസൈഡ് ചെയ്യുകയും ചെയ്യുന്നു. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് മോർലി മിൻഡോ റിഫോംസ്. 1909 മോർലി മിൻഡോ റിഫോംസ്. നമ്മൾ എപ്പോഴും മിൻഡോ മോർലി റിഫോംസ് എന്നാണ് കേട്ടിട്ടുള്ളത്. ആക്ച്വലി അത് മോർലി മിൻഡോ റിഫോംസ് എന്നാണ് പറയേണ്ടത്. 1909 നടക്കുന്നത്. എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ഇന്ത്യൻ കൗൺസിൽ ആക്ട്, മറ്റൊരു പേരാണ് ഇന്ത്യൻ കൗൺസിൽ ആക്ട് ഓഫ് 1909. ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യക്കാർക്ക് കുറച്ചുകൂടി അംഗത്വം, കുറച്ചും കൂടി ഒരു വോയിസ് ഇന്ത്യൻ കൗൺസിൽ, ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ നൽകാൻ വേണ്ടിയിട്ട് പാസ്സാക്കിയ ഒരു നിയമമാണ് ഇന്ത്യൻ കൗൺസിൽ ആക്ട് ഓഫ് 1909. മോഡറേറ്റ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുക, അതുപോലെ മുസ്ലിംസിനെ സാറ്റിസ്ഫൈ ചെയ്യുക, അവർക്കൊരു സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് കൊടുത്തുകൊണ്ട് എന്ന് വെച്ചാൽ മുസ്ലിം ലീഡേഴ്സിനെ മുസ്ലിംസ് തന്നെ വോട്ട് ചെയ്ത് സെലക്ട് ചെയ്യുക. അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്ന് മുസ്ലിംസിന് ഒരു സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് കൊണ്ടുവന്ന് പാസ് ചെയ്ത ഒരു നിയമമാണ് ഏത്? മോർലി മിൻഡോ റിഫോംസ്. 1909 മോർലി മിൻഡോ റിഫോംസ് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അന്നത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിരുന്നു മോർലി. ആരായിരുന്നു അന്നത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്? ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, അത് നോക്കി വെക്കുക. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മോർലിയും ലോർഡ് മിൻഡോ ആയിരുന്നു വൈസ്രോയ്. അന്നത്തെ ഇന്ത്യൻ വൈസ്രോയ് ലോർഡ് മിൻഡോ ആയിരുന്നു. അതേപോലെ സൂററ്റ് സ്പ്ലിറ്റിന്റെ സമയത്തെ ഇന്ത്യൻ വൈസ്രോയ് ആയിരുന്നു ലോർഡ് മിൻഡോ സെക്കൻഡ്. ഇത് ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക. മിൻഡോ സെക്കൻഡ് ആരായിരുന്നു? സൂററ്റ് സ്പ്ലിറ്റിന്റെ സമയത്തും മിൻഡോ സെക്കൻഡ് ആയിരുന്നു ഇന്ത്യയുടെ വൈസ്രോയ്. അതിനുശേഷം 1911 ഡൽഹി ദർബാർ നടക്കുന്നുണ്ട്. കിങ് ജോർജ് അഞ്ചാമൻ, ബ്രിട്ടീഷ് രാജാവ്, ആ ടൈമിലെ ബ്രിട്ടീഷ് രാജാവായിരുന്നു ജോർജ് 5 അഥവാ ജോർജ് അഞ്ചാമൻ. ജോർജ് അഞ്ചാമന്റെ നേതൃത്വത്തിൽ നടന്ന ഒരു ബാങ്ക്വറ്റ് ആണ് 1911 ഡൽഹി ദർബാർ എന്നറിയപ്പെടുന്നത്. 2 പ്രധാനപ്പെട്ട ഡിസിഷൻസ് ആയിരുന്നു ഡൽഹി ദർബാറിൽ എടുത്തത്. അതിൽ ഓൾറെഡി ഞാൻ ഒരു വട്ടം പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ഡിസിഷൻ, ഇന്ത്യയുടെ ക്യാപിറ്റൽ അത്രയും നാളും കൽക്കട്ടയായിരുന്നു. കൽക്കട്ടയിൽ നിന്നും ഇന്ത്യയുടെ ക്യാപിറ്റൽ എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്? ഡൽഹിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ബംഗാൾ പാർട്ടീഷനും ബീഹാറിനെയും ഒറീസയും ഡിവൈഡ് ചെയ്തു. ബ്രിട്ടീഷുകാർ ഓൾറെഡി ഇത് ചെയ്തിട്ടുണ്ട്. 1905 ബംഗാൾ പാർട്ടീഷൻ നടക്കുന്നുണ്ട്. അതേപോലെ ബീഹാറിനെയും ഒഡീഷ, ഇന്നത്തെ ഒഡീഷ, പണ്ട് ഒറീസ എന്നാണ് അറിയപ്പെട്ടിരുന്നത്, ബീഹാറിനെയും ഒറീസയും ഡിവൈഡ് ചെയ്തിരുന്നു പാട്ന ക്യാപിറ്റൽ ആക്കിക്കൊണ്ട്. ഇതെല്ലാം എന്ത് ചെയ്യുന്നു? നിർത്തലാക്കുന്നു. അതാണ് ഓൾറെഡി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് അനൽമെന്റ്. അത് ഓർത്ത് വെക്കുക. ഒറീസ 1935 കട്ടക്കായിരുന്നു ഒറീസയുടെ. വീണ്ടും ഒറീസ എന്ത് ചെയ്യുന്നുണ്ട്? ബീഹാറിൽ നിന്ന് ഡിവൈഡ് ആവുന്നുണ്ട്. 1935 ഒഡീഷയുടെ ക്യാപിറ്റൽ കട്ടക്ക്. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. അപ്പം 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിഫോംസ് ആണ് 1911 നടക്കുന്നത്. ഒന്ന്, ഇന്ത്യയുടെ ക്യാപിറ്റൽ ഷിഫ്റ്റ് ആവുന്നു, കൽക്കട്ടയിൽ നിന്ന് ഡൽഹി ആയിട്ട് ഡൽഹി ഇന്ത്യയുടെ ക്യാപിറ്റൽ ആയിട്ട് മാറുന്നു. അത് കൂടാതെ ബംഗാൾ പാർട്ടീഷൻ നിർത്തലാക്കുന്നു അഥവാ റദ്ദാക്കുന്നു. ഒറീസയും ബീഹാറിനെയും ഡിവൈഡ് ചെയ്തതും റദ്ദാക്കപ്പെടുന്നു. ഈ 2 തീരുമാനങ്ങൾ നമ്മുടെ ഡൽഹി ദർബാറിൽ, ജോർജ് അഞ്ചാമന്റെ നേതൃത്വത്തിൽ നടന്ന ഡൽഹി ദർബാറിൽ നടക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ. ഇനി അതിനുശേഷം 1912 എന്ത് സംഭവിക്കുന്നു? ലോർഡ് ഹാർഡിഞ്ച് സെക്കൻഡിനെ അറ്റാക്ക് ചെയ്യുന്നു ചാന്ദിനി ചൗക്കില്. ഡൽഹിയിലെ ഒരു പ്രശസ്തമായ ഒരു സ്ഥലമാണ് ചാന്ദിനി ചൗക്ക്. അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? റാഷ് ബിഹാരി ബോസ്, INA ഒക്കെ നേതാവായ റാഷ് ബിഹാരി ബോസ് എന്ത് ചെയ്യുന്നു? ഞാൻ ഓൾറെഡി പറഞ്ഞു 2 വ്യക്തികളുണ്ട്. റാഷ് ബിഹാരി ബോസും ഉണ്ട്, റാഷ് ബിഹാരി ഘോഷുമുണ്ട്. സൂററ്റ് സ്പ്ലിറ്റിന്റെ ടൈമിലെ INCയുടെ പ്രസിഡന്റ് ആയിരുന്നു റാഷ് ബിഹാരി ഘോഷ്. എന്നാൽ റാഷ് ബിഹാരി ബോസ് ആണ് INA ഒക്കെ സ്ഥാപിച്ച, സുഭാഷ് ചന്ദ്ര ബോസിന് INAയുടെ നേതൃത്വമൊക്കെ കൈമാറുന്ന റാഷ് ബിഹാരി ബോസ് ഓർത്തു വയ്ക്കുക. ചാന്ദിനി ചൗക്കിൽ വെച്ച് ലോർഡ് ഹാർഡിഞ്ച് സെക്കൻഡിനെ അറ്റാക്ക് ചെയ്യുന്ന വ്യക്തിയാണ് റാഷ് ബിഹാരി ബോസ്. ഇനി എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു? റാഷ് ബിഹാരി ബോസ് ഇന്ത്യയിൽ നിന്നും പലായനം ചെയ്തിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു?
സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ സെറ്റിലായിട്ട് INA, അദ്ദേഹം INA സ്ഥാപിക്കുന്നു. എല്ലാവരും എപ്പോഴും വിചാരിക്കുന്നത് INA സ്ഥാപിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആണെന്നാണ്. സുഭാഷ് ചന്ദ്രബോസിന് റാഷ് ബിഹാരി ബോസ് സ്ഥാപിച്ച INA-യുടെ നേതൃത്വം കൈമാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഈ കാര്യം നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക. എപ്പോഴും SSCയുടെ ഒരു ക്വസ്റ്റൻ ആണ്. ദ ഫൗണ്ടർ ഓഫ് INA. ഒരുപാട് പേര് തെറ്റിക്കുന്നതാണ് സുഭാഷ് ചന്ദ്രബോസ് എന്നുള്ള ആൻസർ കൊടുത്തിട്ട്. ആക്ച്വലി ആൻസർ റാഷ് ബിഹാരി ബോസ് ആണ്. അത്തരം ഓപ്ഷൻസിൽ വീണ്ടും ശ്രദ്ധിക്കുക, റാഷ് ബിഹാരി ബോസും റാഷ് ബിഹാരി ഘോഷും ഉണ്ടാവാം. അത് ആരാണെന്ന് ശ്രദ്ധിച്ച് മാത്രം ആൻസർ കൊടുക്കുക. ഓക്കെ, ഇനി റാഷ് ബിഹാരി ബോസ് അതേപോലെ INA-യുടെ ഒരു വനിതാ വിങ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ INA-യുടെ ഒരു വനിതാ വിങ് ഉണ്ടായിരുന്നു. INA-യുടെ വനിതാ വിങ്ങിന്റെ പേര് ഝാൻസി റാണി റെജിമെന്റ് എന്നായിരുന്നു. ഈ ഝാൻസി റാണി റെജിമെന്റിന്റെ നേതാവായിരുന്നു ക്യാപ്റ്റൻ ലക്ഷ്മി. ഇത്രയും ഓർത്തു വെക്കുക. INA സ്ഥാപിച്ചത് റാഷ് ബിഹാരി ബോസ്. INA-യുടെ വനിതാ റെജിമെന്റിന്റെ പേര് ഝാൻസി റാണി റെജിമെന്റ്. ആ വനിതാ റെജിമെന്റിന്റെ ക്യാപ്റ്റൻ ലക്ഷ്മി. ഇത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വെക്കുക. അതിനുശേഷം 1913 നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻസിഡന്റ് ആണ് ഗദ്ദർ പാർട്ടിയുടെ ഫോർമേഷൻ. ഗദ്ദർ പാർട്ടി 1913 ഫോം ചെയ്യുന്നു. ഗദ്ദർ എന്ന വേർഡിന്റെ അർത്ഥം എന്താണ്? റിവോൾട്ട് എന്നാണ്. ഗദ്ദർ എന്ന വേർഡിന്റെ മീനിങ് റിവോൾട്ട് അഥവാ റെവല്യൂഷൻ, വിപ്ലവം എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. എവിടെയാണ് ഫോം ചെയ്യുന്നത്? സാൻ ഫ്രാൻസിസ്കോയിലാണ്. ഇന്ത്യയിലല്ല, സാൻ ഫ്രാൻസിസ്കോയിലാണ് ഗദ്ദർ പാർട്ടി ഫോം ചെയ്യുന്നത്. 3 പേരായിരുന്നു ഗദ്ദർ പാർട്ടിയുടെ ഫോർമേഷന് നേതൃത്വം നൽകിയത്. ആരൊക്കെയാണ്? ലാല ഹർദയാൽ. 3 പേരുടെയും പേര് നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. ഇതില് ലാല ഹർദയാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലാല ഹർദയാൽ, സോഹം സിംഗ്, ബറാക് ഉള്ളാഹ്. ആരൊക്കെയായിരുന്നു 3 പേര്? ലാല ഹർദയാൽ, സോഹം സിംഗ്, ബറാക് ഉള്ളാലും. ഇനി ലാല ഹർദയാലുമായിട്ട് റിലേറ്റ് ചെയ്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പോയിന്റ് ഉണ്ട്. ലാല ഹർദയാലിന്റെ രാഷ്ട്രീയ ഗുരു അഥവാ പൊളിറ്റിക്കൽ ഗുരു എന്നൊക്കെ നമ്മൾ പറയും. ആരായിരുന്നു ലാല ഹർദയാലിന്റെ പൊളിറ്റിക്കൽ ഗുരു? പഠിക്കാൻ വളരെ എളുപ്പമാണ്. ലാല ലജ്പത് റോയ്. നമ്മൾ ഓൾറെഡി അദ്ദേഹത്തിന്റെ പേര് വളരെ ഫെമിലിയർ ആണ്. പിന്നെ ലാല ഹർദയാൽ, ലാല ലജ്പത് റോയ്, ഈ 2 പേരും നിങ്ങൾ കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. ലാല ഹർദയാലിന്റെ പൊളിറ്റിക്കൽ ഗുരു ആരായിരുന്നു? ലാല ലജ്പത് റോയ്. ഇനി ഇവരുടെ മെയിൻ എയിം എന്തായിരുന്നു? ഗദ്ദർ പാർട്ടിയുടെ ഇന്ത്യയെ ഫ്രീ ആക്കുക, ഇന്ത്യയെ ബ്രിട്ടീഷുകാരിൽ നിന്ന് മോചിപ്പിക്കുക. അത് നമ്മുടെ മോഡറേറ്റ്സിനെ പോലെ സമരമാർഗങ്ങളിലൂടെയല്ല, ആംസ് ആൻഡ് അമ്മ്യൂണിഷൻസ് എടുത്തിട്ട്, ബോംബുകൾ, തോക്ക്, കത്തി, ബോംബ്, തോക്ക്, ഇതൊക്കെയായിരുന്നു അവരുടെ മെയിൻ എയിം. ആംസ് ആൻഡ് അമ്മ്യൂണിഷൻസ് എടുത്ത് ബ്രിട്ടീഷുകാരിൽ നിന്നും യാചിച്ച് വാങ്ങാതെ പോരാടി നേടുക എന്നായിരുന്നു ഗദ്ദർ പാർട്ടിയുടെ എയിം എന്ന് പറയുന്നത്. അപ്പം USA-യിലും കാനഡയിലും, അമേരിക്കയിലും കാനഡയിലും ഒക്കെ താമസിച്ചിരുന്ന ഇന്ത്യക്കാരെ അണിനിരത്തിയാണ് ഇവരിതിനെ ശ്രമിച്ചുകൊണ്ടിരുന്നത്. 2 ന്യൂസ് പേപ്പേഴ്സ് ഇവരുടെ നേതൃത്വത്തിൽ പബ്ലിഷ് ചെയ്തിരുന്നു. ഗദ്ദർ, ഉറുദുവില് പബ്ലിഷ് ചെയ്തിരുന്ന ഒരു ന്യൂസ് പേപ്പറാണ് ഗദ്ദർ ഇൻ ഉറുദു ആൻഡ് പഞ്ചാബി ലാംഗ്വേജസ്. ഗദ്ദർ എന്ന പേരിൽ ഉറുദുവിലും പഞ്ചാബിയിലും 2 ന്യൂസ് പേപ്പേഴ്സ് എന്ത് ചെയ്തിരുന്നു? ഇവര് പബ്ലിഷ് ചെയ്തിരുന്നു. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തു വയ്ക്കുക. അടുത്തതായിട്ട് കൊമഗതമാരു ഷിപ്പ് ഇൻസിഡന്റിനെ പറ്റി നമുക്ക് നോക്കാം. ഇന്ത്യൻ ചരിത്രത്തിലെ തന്നെ ഒരു മാസക്കർ ആയിരുന്നു, അല്ലെങ്കിൽ ഒരു കൂട്ടക്കൊലയായിരുന്നു കൊമഗതമാരു ഷിപ്പ് ഇൻസിഡന്റ് എന്ന് അറിയപ്പെടുന്നത്. ഈ കൊമഗതമാരു ഷിപ്പ് ഇൻസിഡന്റ് നടക്കുന്നത് 1914 1914 ഇതിന്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത്, ഇന്ത്യക്കാര്, മെയിൻലി സിഖുകാര്, ആരായിരുന്നു? സിഖുകാര് എന്ത് ചെയ്യുന്നു? ഈ കൊമഗതമാരു എന്ന കപ്പലില് കയറി എന്ത് ചെയ്യുന്നു? കാനഡയിലേക്ക് പലായനം ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നു. ആ ഒരു സമയത്ത് കാനഡയിലെ ഒരുപാട് നയങ്ങൾ, ഇമിഗ്രേഷൻ നയങ്ങൾ കനേഡിയൻ സർക്കാർ ചേഞ്ച് ചെയ്യുന്നു. അത് പ്രകാരം എന്ത് പറ്റുന്നില്ല, 374 ഇന്ത്യക്കാരായിരുന്നു ഈ കൊമഗതമാരു എന്ന് പറയുന്ന ഷിപ്പിൽ ഉണ്ടായിരുന്നത്. ഇവരുമായിട്ട് ഈ ഷിപ്പ് എന്ത് ചെയ്യുന്നു? കാനഡയിലേക്ക് എത്തുന്നു. കാനഡയിൽ ഇറങ്ങാനായിട്ട് ഇവർക്ക് അനുമതി നിഷേധിക്കുന്നു. അങ്ങനെ ഒരുപാട് ഡിബേറ്റുകൾക്കും ചർച്ചകൾക്കും ഒടുവിൽ ഈ 374 പേരിൽ 24 പേർക്ക് മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുന്നത്? കാനഡയിൽ ഇറങ്ങാൻ പറ്റുന്നത്. അപ്പോൾ ഓർക്കുക, ആ ഒരു സമയത്ത് എന്ന് വെച്ചാൽ 1914 സമയത്ത്
ഏകദേശം 2000-ഓളം സിഖുകാർ ഓൾറെഡി കാനഡയിലുണ്ട്. അങ്ങനെയാണ് അവര് ഇമിഗ്രേഷൻ റൂൾസ് ചേഞ്ച് ചെയ്യുന്നത്. 24 പേർക്ക് എന്ത് ചെയ്യുന്നു, കാനഡയിൽ ഇറങ്ങാനായിട്ട് അനുമതി ലഭിക്കുന്നുണ്ട്. എത്ര പേർക്കാണ് ആ നമ്പേഴ്സ് ഓർത്ത് വെക്കുക, 24 പേർക്ക് കാനഡയിൽ ഇറങ്ങാനായിട്ട് അനുമതി ലഭിക്കുന്നു. എത്ര പേരിൽ? 374 പേരിൽ. ബാക്കിയുള്ളവരെ ഇന്ത്യയിലേക്ക് തിരിച്ചുവിടുകയാണ്. കനേഡിയൻ സർക്കാർ ഇന്ത്യയിലേക്ക് തിരിച്ചുവിടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവർ എവിടെ എത്തുന്നു? ഹാൽഡിയ തുറമുഖത്തില്, ബംഗാളിലെ, വെസ്റ്റ് ബംഗാളിലെ ഹാൽഡിയ പോർട്ടിൽ എത്തുന്നു. അതേ ടൈമിലാണ് വേൾഡ് വാർ 1 ബ്രേക്ക് ഔട്ട് ആവുന്നത്. ഏത് വർഷമാണ്? 1914 ഫസ്റ്റ് വേൾഡ് വാർ ബ്രേക്ക് ഔട്ട് ആവുന്നുണ്ട്. ഈ ഒരു കാര്യങ്ങളുടെയൊക്കെ ടൈമിൽ അവര് എന്താണ്? ഇല്ലീഗൽ ഇമിഗ്രൻസ് ആണ്. അതുകൊണ്ട് തന്നെ അവരെ ബംഗാൾ തുറമുഖത്ത് ഇറങ്ങാൻ എന്ത് ചെയ്യുന്നില്ല? ബ്രിട്ടീഷ് സർക്കാർ അനുവദിക്കുന്നില്ല. പകരം അവരെ എന്ത് ചെയ്യുന്നു? ഈ പഞ്ചാബിലേക്ക് തീവണ്ടി കയറ്റി നാട് വെടിയിക്കാനാണ്, തീവണ്ടി കയറ്റി നാട് കടത്താൻ വേണ്ടിയിട്ടാണ് ബ്രിട്ടീഷ് സർക്കാർ തീരുമാനിക്കുന്നത്. ഇതറിഞ്ഞ ആ ഷിപ്പിലെ പാസഞ്ചേഴ്സ് പ്രൊട്ടസ്റ്റ് ചെയ്യുകയും ജാഥ നയിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? ബ്രിട്ടീഷ് സർക്കാർ ഇവർക്ക് നേരെ വെടിയുതിർക്കുകയും ഏകദേശം 29ഓളം, ഇത് ഒരു ചെറിയൊരു കണക്കാണ്, ഇതിൽ കൂടുതൽ ആൾക്കാർ മരണപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് അന്നത്തെ പല ചരിത്രകാരന്മാരും പറയുന്നത്. എന്നാൽ ബ്രിട്ടീഷ് സർക്കാരിന്റെ കണക്ക് പ്രകാരം 29ഓളം പാസഞ്ചേഴ്സ് ഈ ഒരു വെടിവയ്പിൽ കൊല്ലപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് കൊമഗതമാരു ഷിപ്പ് ഇൻസിഡന്റ്. അപ്പം കൊമഗതമാരു ഷിപ്പ് ഇൻസിഡന്റുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ ഏതൊക്കെയായിരുന്നു? 1914 മെയിൻലി ഇന്ത്യക്കാരെന്ന് പറയുമ്പം ഹിന്ദുസും സിഖുകാരും ഉണ്ടാവും. മെയിൻലി സിഖുകാരായിരുന്നു ഉണ്ടായിരുന്നത് ആ ഷിപ്പിൽ കയറി എന്ത് ചെയ്യുന്നു? കാനഡയിലേക്ക് പലായനം ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നു. ഈ പലായനം ചെയ്യപ്പെട്ട ആൾക്കാർക്ക് അവിടെ ഇമിഗ്രേഷൻ റൂൾസ് കാനഡിയൻ സർക്കാർ ചേഞ്ച് ചെയ്തിട്ട് അവിടെ എന്ത് ചെയ്യുന്നു? കയറാനായിട്ടുള്ള അനുമതി നിഷേധിക്കുകയും അവരെ തിരിച്ച് ഇന്ത്യയിലേക്ക് പറഞ്ഞു വിടുകയും ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലെത്തിയ അവര് ഹാൽഡിയ പോർട്ടിലാണ് എത്തുന്നത്. വേൾഡ് വാർ 1 ബ്രേക്ക് ഔട്ട് ആയിട്ടുണ്ട്. ഹാൽഡിയ പോർട്ടിൽ എത്തുമ്പോൾ ബ്രിട്ടീഷ് സർക്കാർ ഇവരെ ഇവിടെ ഹാൽഡിയ പോർട്ടിൽ ഇറങ്ങാൻ സമ്മതിക്കുന്നില്ല. അവരെ ഒരു തീവണ്ടിയിൽ കയറ്റി എന്ത് ചെയ്യുന്നു? നാട് കടത്താനായിട്ട് പഞ്ചാബിലേക്ക് നാട് കടത്താൻ ശ്രമിക്കുന്നു. ഇതറിഞ്ഞ ആ പാസഞ്ചേഴ്സ് അവർ പ്രക്ഷോഭം സംഘടിപ്പിക്കുകയും ജാഥ നയിക്കുകയും ചെയ്യുന്നു. ഈ ജാഥയ്ക്ക് നേരെ അവർ ബ്രിട്ടീഷ് സർക്കാർ വെടിയുതിർക്കുകയും 29 ആൾക്കാർ കൊല്ലപ്പെടുകയും ചെയ്ത ഇൻസിഡന്റ് ആണ് കൊമഗതമാരു ഷിപ്പ് ഇൻസിഡന്റ്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പം ആ ഇതിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്, ഏത് പോർട്ടിലാണ് ഈ കൊമഗതമാരു, ഇതൊരു ജാപ്പനീസ് ഷിപ്പാണ്, ഈ കൊമഗതമാരു ഷിപ്പ് ഇറങ്ങിയത് എവിടെയാണ്? ഹാൽഡിയ പോർട്ടിലാണ്. ഇൻസിഡന്റ് നടന്ന വർഷം 1914. ഓക്കെ.